അപ്പൊ ഇന്ന് കുഞ്ഞാടെ വീട്ടിൽ കേട്ടോ വന്നെ. അപ്പൊ ഉമ്മാടെ അനിയത്തിയുടെ അപ്പൊ ഗെയിമൊക്കെ കളിക്കുന്നത് കാണിച്ചു തരാട്ടാ. ഏതാ ഗെയിം കളിക്കാൻ അറിയാനെ? GTA 5 ഒക്കെ ഉണ്ടായി. അപ്പൊ കര പോയി എടുക്ക അല്ലേ? അപ്പൊ ഇത് വാങ്ങിയതാട്ടാ 1500. 1000 രൂപടാ. അപ്പൊ ഓഫറിന് ഓഫർ. ഇതൊക്കെ ഇവ ഉണ്ടാക്കിയതാട്ടാ. ഇന്ന് കുറെ സാധനങ്ങൾ ഉണ്ടാക്കും. അത് മോളിലുണ്ട്. അപ്പൊ ഇതാട്ടാ റിച്ചു, ഇവന്റെ അനിയ. സൗണ്ട് ഇല്ല, അവൻ ഇതിൽ വെച്ചിട്ടാ. അതാണ് സൗണ്ട് ഇല്ലാത്തത് അല്ലേ? സൗണ്ട് വേണേ വെക്ക. ഇല്ല, ചാർജ് ഉണ്ടോ അതില്? ഞാൻ എന്താ അപ്പൊ എനിക്ക് ഇതിന്റെ കൺട്രോളൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ എങ്ങനെ ഇതാക്ക വണ്ടി സ്റ്റാർട്ടാക്ക? അവനും പറയില്ല. അറിയാൻ പോയി. ഇതെങ്ങനെ പോണെന്ന് യാതൊരു പിടിയില്ല കേട്ടാ. വണ്ടി കുറച്ച് കിട്ടി. ഞങ്ങ വട്ടം കറങ്ങണം ഗൈസ്. ഇതെങ്ങോട്ടാ പോണേ? നമ്മങ്ങനെ വട്ടം കറങ്ങി 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 ഇടിക്കില്ലേ? ഇടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നീല പറഞ്ഞ പോട്ടെ. അപ്പൊ നമ്മ നേരെ പോയിട്ട് പോലീസ് ഉണ്ടാവോടാ. നമ്മുടെ കുറച്ച് ചന്ദനം ബാക്കിലുണ്ട് അല്ലേ? ചന്ദനത്തിരി ബാക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗ്യാപ്പിനുള്ളിലാണ് സാധനം. പോലീസ് പിടിക്കാൻ തോന്നുന്നു അല്ലേ? നമുക്ക് കൊറച്ച് കൊടുക്കാന്നിട്ട് വണ്ടിക്ക് വെറുതെ നല്ല മണം. പെട്രോൾ അടിക്കണ്ട, പെട്രോൾ ഉണ്ട് അതില്. എന്തിനാ വെറുതെ കാശ് കളയത്? നമ്മുടെ ഇഷ്ടംപോലെ കാശുണ്ടാ. അപ്പൊ പൈസ എറിഞ്ഞു കൊടുക്കും. 3000 ലോൺ എടുത്തിട്ടാ നമ്മള് വെട്ടിച്ചോണ്. വെട്ടിച്ചാലാ ഇപ്പൊ വെട്ടിക്ക് പോയി. ഇവന്റെ വണ്ടിക്ക് സ്പീഡില്ല. ഏത് 90 എത്തി. വണ്ടിയുടെ പകുതി കത്തിച്ച് കളഞ്ഞിട്ട് അയ്യോ വണ്ടി ഇടിച്ചിട്ടവിടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെട്ടിന്ന് പറഞ്ഞില്ലേ, അതാണ് വെട്ടിച്ച് വെട്ടിച്ച്. മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് സ്പീഡ് ഓവറാന്ന്. 160 രൂപ പോയിട്ടാ. 160 രൂപ പൈസ പോയി. 3000 ഉണ്ടായതാ. ഇപ്പൊ നോക്കിയേ 2000 3000 ഉണ്ടായതാ. നല്ല ആളുടെ വണ്ടി ഓടിക്കാൻ ഇവിടുത്തെ. സ്പീഡ് വേണ്ട, പിന്നെ സ്പീഡ് ഇല്ലാണ്ട് ചില ഭാഗത്ത് വേറെ വേറെ ഇതുണ്ട്. ഇപ്പൊ ഇവിടെ 80 ഓടിക്കാറുള്ളൂ. ഇനിയിപ്പൊ ഉള്ളി കൂടെ പോകുമ്പോ വ്യത്യാസം ഉണ്ടാവും. ഇതൊന്ന് നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണം. എന്റെ അമ്മ, അനാവശ്യമായിട്ട് സ്റ്റെയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി ഒരു ചെറിയ കുഴി ഉണ്ട്, പേടിച്ചാ വലിയ കുഴി വന്നാൽ എന്ത് ചെയ്യും? ഇതിട്ടാണ് പരിപാടിയാ. ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഓ, ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴോട്ട് നോക്കരുതെന്ന്. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിൽ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ? ഓ, അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? 1 ഘട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചു എടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാൻ അടിക്കാൻ ശേഷം. ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? ഞാൻ നോക്കിയില്ലേ. ഇപ്പൊ ഒന്ന് ഇടുക്കിയൊരു സംശയം ഉണ്ട് അല്ലേ? വണ്ടിയുടെ ഒരു പണി ചെയ്ത് തുടങ്ങിട്ട് ഇപ്പൊ സ്ലോ ആയി. എന്താ ബ്രേക്ക് പിടിച്ചാലേ? എന്നിട്ട് അപ്പുറത്ത് വണ്ടി പോണ ഭാഗത്ത് എടുത്തിട്ട് നിക്കടാ നോക്കിയേ. പച്ചയുടെ തല പോയി. നോക്കിയേ
അപ്പുറത്ത് വണ്ടി വരുടെ ഓപ്പോസിറ്റ് വണ്ടി വരുടെ ഭാഗത്ത് എന്നിട്ട് ഇവിടെ ഡ്രൈവർ വണ്ടി ബാക്ക് എടുക്ക്. വണ്ടി ബാക്ക് വണ്ടി ഇടിച്ചു കണ്ട ആ വണ്ടി പോണില്ലേ അതിൽ കൂടെ പോണ്ടേ, ഇത് ഇങ്ങോട്ട് വരുന്ന വണ്ടികളാ. പറയട്ടെ അയ്യോ പറഞ്ഞ വരത്തില്ലാവല്ലോ. പറഞ്ഞ ബാക്കിൽ വണ്ടി പോന്നിട്ട് നോക്കി നോക്കിയേ എടുത്ത് നോക്കി നോക്കിയേ. ഓ മറ്റേ സാധനം തട്ടിട്ട് ഒന്ന് ഫ്രണ്ട് എടുക്ക്. ഇവിടെ ഫ്രണ്ട് റിവേഴ്സ് തന്നെടാ. ഓക്കെ ഒന്ന് ബാക്ക് എടുത്തോ. രണ്ടാൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. നോക്കിയേ റിവേഴ്സില് നോക്കിയേ കൊറേ നേരം റിവേഴ്സിൽ എടുക്കണ. നോക്കിയേ റിവേഴ്സിൽ എടുക്കണ. അപ്പൊ വണ്ടി ഓടിക്കണ്ട അറിയണ്ടോന്നല്ല ചുമ്മാ ഇപ്പോൾ നോക്കിയ വണ്ടിയുടെ പകുതി സാധനമൊക്കെ ഈ സാധനം കൊണ്ടുപോണ്ടേ ലോഡ് അതൊക്കെ ഇവരെന്നിട്ട് ഇവിടെ മേശാട്ടാ പൈപ്പുണ്ട് ബൈക്ക് ഫണ്ട് വീഡിയോ. അപ്പൊ റയ്യ വണ്ടി ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഇല്ലാണ്ടാക്കിയിട്ട് അതന്നെ മറ്റേ സെറ്റിങ്സ് ആക്കുക ഇതാളാ. അയ്യോ സെറ്റിംഗ്സ് മാറ്റിയിട്ടില്ലേ കീബോർഡിന്റെ സെയിം ആ ഇതിട്ടാണ് അപ്പൊ അപ്പൊ റിച്ചുന്റെ പാട്ടുണ്ട് അപ്പൊ വൈബോട്ടെ. അയ്യോ തെറ്റിതല്ലോ ഗൈസ് മാപ്പ് തെറ്റിട്ടാ, സ്ഥലം തെറ്റി. ഇവരെന്താ പറഞ്ഞ അപ്പുറത്തെ ഇവിടെ തെറ്റി സ്ഥലം തെറ്റി. അവിടെ ഇത്ര ഉള്ളു. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇത് ടാറ്റാ.